സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണിൽ തിരുവനന്തപുരം കൊമ്പൻസ് ആതിഥേയരായ തിരുവനന്തപുരം കൊമ്പൻസ് കണ്ണൂർ വാരിയേഴ്സിനോട് പരാജയപ്പെട്ടു. മൂന്ന് ഗോളുകളാണ് കണ്ണൂർ വാരിയേഴ്സ് അടിച്ചെടുത്തത്. ആ 3 ഗോളിൽ ഒന്നാമത്തെ ഗോൾ കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടി നേടിയത് ഷിജിനാണ്. ഷിജിൻ അതുപോലെ തന്നെ എബിൻ രണ്ടുപേരും സഹോദരങ്ങളാണ്. അതിനുമപ്പുറത്തേക്ക് രണ്ടുപേരും തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശികളാണ്. അതായത് തിരുവനന്തപുരം കൊമ്പൻസിൻ്റെ ആതിഥേയരായിട്ടുള്ള തിരുവനന്തപുരം കൊമ്പൻസിൻ്റെ ഹോം ഗ്രൗണ്ടാണ് ചന്ദ്രശേഖര സ്റ്റേഡിയം. അവിടെ വന്ന് തിരുവനന്തപുരത്തെ തോൽപ്പിച്ചുകൊണ്ട് കണ്ണൂർ വാരിയേഴ്സ് മടങ്ങുമ്പോൾ അതിനകത്ത് തിരുവനന്തപുരത്തെ തോൽപ്പിച്ച ഏറ്റവും നിർണായകമായി ഗോൾ നേടി മത്സരത്തിലെ ഹീറോ ആയത് ഷിജിനാണ്. ഷിജിൻ്റെ സഹോദരൻ എബിനും ഉണ്ട്. അപ്പോൾ രണ്ടുപേരോടും ഷിജിനെ കയ്യിൽ ട്രോഫിയൊക്കെ ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് തോൽപ്പിച്ചിട്ട് അങ്ങ് കണ്ണൂരിലേക്ക് പോവാണ്. എന്നാ പറയാനുള്ളത്? വളരെ സന്തോഷം. നമ്മളെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് അവരെ അടിക്കാന്ന് വെച്ചാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് അനിയൻ്റെ കൂടെ കളിക്കാന്ന് വെച്ചാൽ അതിൽ വേറെ ഒന്നും പറയാനില്ല. അതിൽ കൂടുതൽ വളരെ സന്തോഷം. അല്ല, ഈ തിരുവനന്തപുരത്ത് വന്ന് ഇപ്പം നിങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്ന് പൊഴിയൂർ മുതൽ ഈ സ്റ്റേഡിയത്തിലടക്കം പന്ത് കെട്ടിയ ആളുകളാണ്. അപ്പോൾ ഇവിടെ വന്ന് തിരുവനന്തപുരത്തിന് വേണ്ടി കളിക്കാതെ കണ്ണൂരിന് വേണ്ടി കളിച്ച് കണ്ണൂരിൻ്റെ ഹീറോയായി തിരുവനന്തപുരത്ത് ഒപ്പിച്ചിട്ട് പോവുകയാണ്. ചെറിയ വിഷമം ഉണ്ടോ? ഹോം ടീമിന് കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് നല്ലൊരു ഓഫർ വന്നപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി. ഷിജിൻ്റെ ഗോള് അസാമാന്യ ഗോളാണ്. ഫസ്റ്റ് ഗോളെന്ന് പറയുന്നത്. പിന്നെ കളിയിലുടനീളം എങ്ങോട്ടൊക്കെ ഓടുന്നത്. കാരണം ഷിജിനെ ഞാൻ ഇങ്ങനെ നോക്കുകയാണ്, 29 നമ്പർ ജേഴ്സി എവിടെ, ഷിജിൻ എവിടെ, ഇങ്ങനെ തപ്പി ഇപ്പോൾ എല്ലായിടത്തും ഓടി നടക്കുകയാണ്. അപ്പോൾ ടീമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഷിജിൻ തന്നെ ആരും സംശയമില്ല നമുക്ക് പറയാം. എങ്ങനെയാണ് സ്വന്തം പ്രകടനത്തെ വിലയിരുത്തുന്നത്? അല്ല, ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പ്രകടനത്തിൽ ഞാൻ ഹാപ്പി അല്ല. എനിക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് മസിൽ ക്രാമ്പ് വന്ന കാരണം എനിക്ക് മാറേണ്ടി വന്നു. അപ്പോൾ അടുത്ത മാച്ച് ഇതിൽ നന്നായിട്ട് കളിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എബിനെ, ചേട്ടൻ്റെ പ്രകടനത്തെക്കുറിച്ച് എന്നാ പറയാനുള്ളത്? ടോപ്പ് നല്ല കളിയായിരുന്നു. മീൻസ് അവർ നല്ല സൈഡാണ്, അവർ നല്ലപോലെ കളിച്ചപ്പോൾ ജയിക്കാൻ പറ്റിയതിന് നല്ല സന്തോഷമുണ്ട്. പിന്നെ ചേട്ടൻ ഗോളടിച്ച് നല്ല ഹാപ്പി. ഞാൻ നേരത്തെ ഷിജിനോട് ചോദിച്ച പോലെ തന്നെ ഒന്നുകൂടി ചോദിക്കുക. തിരുവനന്തപുരത്ത് ഇവിടെ എല്ലാ സ്റ്റേഡിയങ്ങളിലും പോയി പന്ത് കളിച്ചിട്ടുള്ള തീരപ്രദേശങ്ങളിൽ പന്ത് കെട്ടിയ ആളുകളാണ് എബിനും ഷിജിനും. അപ്പോൾ തിരുവനന്തപുരത്തിന് വേണ്ടി കളിക്കാൻ കഴിയാതെ കണ്ണൂർ പോയി കളിച്ച് ഇവിടെ വന്ന് തിരുവനന്തപുരത്തെ തോപ്പിച്ച് കണ്ണൂരിലേക്ക് മടങ്ങുകയാണ്. ആ കാര്യത്തിനകത്ത് സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടാവും. എന്താണ് അങ്ങനെ ഒരു തോന്നുന്നൊരു വികാരം? ഇത് ഫുട്ബോളിൻ്റെ ഒരു പാട്ടാണ്. നമുക്കിപ്പോൾ മീൻസ് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്തിന് വേണ്ടി കളിക്കണമെന്ന് അങ്ങനെ പറ്റില്ല. അപ്പോൾ എവിടെയാണ് ചാൻസ് കിട്ടുന്നത് അവിടെ കളിക്കണം. അപ്പോൾ എന്തായാലും ഹാപ്പിയാണ് ജയിച്ചതിൽ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ജയിച്ചതിൽ നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഇനി അടുത്തുള്ള മത്സരങ്ങളും ഇതേപോലെ നല്ലപോലെ കളിച്ച് ജയിക്കാനുള്ള. മറ്റൊരു കാര്യം, SLKയിൽ സൂപ്പർ ലീഗ് കേരളയിൽ ആദ്യമായിട്ടാണ് കണ്ണൂർ വാരിയേഴ്സ് തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ ജയിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഒരു തോൽവിയും ഒരു സമനിലയുമായിരുന്നു. ഇത്തവണ ആദ്യ കളിയിൽ തന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് മുമ്പോട്ടുള്ള പ്രയാണത്തെ കാണുന്നത്? ഒരു കോൺഫിഡൻസ് നൽകുന്നുണ്ട്. ഫസ്റ്റ് മാച്ച് തന്നെ ജയിച്ച് തുടങ്ങിയതിൽ നല്ല സന്തോഷം. മീൻസ് ഫസ്റ്റ് മാച്ച് ജയിച്ച ആ ഒരു കോൺഫിഡൻസിൽ മീൻസ് അടുത്ത കളികളെല്ലാം കുറച്ചും കൂടെ ബെറ്ററായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ ഈ ചേട്ടൻ്റെ പെർഫോമൻസിനെ ടോപ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെന്ത് വാചകം പറയാനുള്ളത്? ഫസ്റ്റ് ഗോൾ അടിച്ചേ ഏട്ടൻ പോളിയാ. അപ്പോൾ അതാണ്, ഏട്ടനെ കുറിച്ച് പറയാൻ കൂടുതൽ വാക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും രണ്ട് വാചകങ്ങൾ ഒതുക്കി അതിനകത്ത് എല്ലാം ഉണ്ട്. ചേട്ടൻ ടോപ്പാണ്, പൊളിയാണ്. അപ്പോൾ അങ്ങേയറ്റം കോൺഫിഡൻസോടുകൂടി കണ്ണൂർ വാരിയേഴ്സ് രണ്ടാം അംഗത്തിന് തയ്യാറെടുക്കുകയാണ്. എന്തായാലും തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തെ തോൽപ്പിച്ച് മടങ്ങുന്നത് തിരുവനന്തപുരംകാരനായിട്ടുള്ള ഷിജിൻ അടിച്ച ഗോളിലാണ് തിരുവനന്തപുരം കൊമ്പൻസ് കണ്ണൂർ വാരിയേഴ്സിനോട് തോൽവി നേരിടുന്നത്. എന്തായാലും അങ്ങേയറ്റം സന്തോഷത്തോടു കൂടിയാണ് രണ്ടുപേരും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് മടങ്ങുന്നത്. തിരുവനന്തപുരം ചന്ദ്രശേഖര സ്റ്റേഡിയത്തിൽ നിന്ന് എസ് അനൂഷിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.